ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് റിലേറ്റഡ് സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ഇതിനെ പറ്റിയൊക്കെ പഠിക്കണോണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ. ഉടുപ്പി റൂറൽ ബാങ്കിന്റെ കഥ പറയുന്ന സിനിമയാണ്. പാർട്ട്നേഴ്സ് സോണി അല്ല സൈന പ്ലേയിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ റൂറൽ ബാങ്കിന് സെലക്ട് ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയ എന്താ അറിയോ? പരീക്ഷ ഒന്നും എഴുതേണ്ട അത്ര. നിങ്ങൾ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മുൻഗണനാന്ന് അത് പറഞ്ഞ വിശ്വസിക്കാൻ കുറെ മണ്ണുകളും പഠിച്ചിരിക്കുന്നത് BA BCom ഒക്കെയാണ്. എന്തേ തപാൽ മാർഗമാണ് പഠിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേൾക്കണം. എന്താ രാവിലെ കഴിച്ച്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈ ബാങ്കിൽ ജോലി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഉത്തരവാണ്. അപ്പൊ യു ആർ സെലക്ടഡ് ആസ് മാനേജർ, യു ആർ സെലക്ടഡ് ആസ് കാഷ്യർ, യു ആർ സെലക്ടഡ് ആസ് ക്ലർക്ക് പറഞ്ഞിട്ട് ഒരു ചായക്കടയിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് ഇട്ടിട്ട് ഒരു ബോർഡ് വെച്ചിരിക്കണം, ഉടുപ്പി റൂറൽ ബാങ്ക്. ഈ സ്കൂളിലുള്ള ബഞ്ചും ഡെസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ അതിലും കിടിലനായിട്ടൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ കലാഭവൻ ഷാജോണാണ്. ആളി മറ്റേ ഇൻകം ടാക്സ് ഓഫീസറാണെന്ന് തോന്നുന്നു. ആളെങ്ങനെയാന്ന് വെച്ചാൽ ആരെന്ത് കൊടുത്താലും തിന്ന് മുടിപ്പിക്കാനുള്ള ഒരു ക്യാരക്ടറാണ്. റെയ്ഡിന് പോയാലും ആരെന്ത് കൊടുത്താലും തിന്നും. അണ്ണാ വല്ല വിഷമൊക്കെ പരത്തി തന്നതിന് നിങ്ങൾ ഭിത്തിയിലിരിക്കും. നമ്മുടെ റോഷാക്കിലെ ബിന്ദു പണിക്കരുടെ വീട്ടിൽ നിങ്ങൾ റെയ്ഡിന് പോകണമായിരുന്നു. ഇപ്പൊ ഭിത്തിയിൽ എളിച്ചോണ്ടിരിക്കുക. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസർ ആട്ടോ. ഈ വിജയ് സേതുപതി ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, ആള് കുറെ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചു. പൈനാപ്പിൾ പൊറോട്ട, സ്ട്രോബെറി പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ സ്വർണം കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണം, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ കോൺടാക്ട് ചെയ്താൽ മതി. അവസാനം ഒരു ചാണാപ്പൊളി ഒരു ട്വിസ്റ്റ് ഉണ്ട്, കണ്ട ചിരിയ വരെ ഒരു കണക്ഷനും ഇല്ലാതെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് 4 ജാറിൽ കൊണ്ടിട്ട് പൈനാപ്പിൾ ജ്യൂസ് കാണിച്ചിട്ട് ആളെ പറ്റിക്കണടേ. സോ ഇതിൽ ഈ മറ്റേ ഇന്റർവൽ പോർഷനിൽ ഈ ബാങ്ക് ഫേക്ക് ആണ് എന്നുള്ളത് ഇവർ അറിയുന്ന ഒരു സീൻ, അത് കുറച്ച് കൊള്ളായിരുന്നു. ഇതിൽ നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ആകെ കുറച്ച് നന്നായി പെർഫോം ചെയ്ത് പ്രശാന്ത് അലക്സാണ്ടർ ആണ്. 1989 ആദ്യം കാണിക്കുന്നത്. സോ അത് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കുറെ പിള്ളേർ ഫുട്ബോൾ കളിക്കുമ്പോൾ അവരെ ഗ്രൗണ്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് 2 ഡപ്പ കാറും കൊണ്ടുവന്ന് ഇട്ടിട്ട് ഹരീഷ് പേരടിയെ വെടിവെച്ച് കൊല്ലണ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ തമിഴിൽ കലയരസനാണ് ഡെഡ് ബോഡി ആയിട്ട് അഭിനയിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കോമാളി പ്ലസ് ഡെഡ് ബോഡി ആയിട്ട് ഹരീഷ് പേരടിയാണ്. എന്താ വെടിവെക്കുന്നത്, ചട്ടപ്പെട്ട വെടിവെക്കുന്നുണ്ട്. സോ ആ വെടിവെക്കുന്ന സമയത്ത് കാറെന്ന് ഒരുത്തൻ ഇറങ്ങി ഓടുന്നുണ്ട്, അവിടെ വേറെ ഒരുത്തൻ മരിക്കുന്നുണ്ട്. അത് കുറച്ചു നേരം ആകുമ്പോൾ ഒരുത്തന്റെ അമ്മാവനാണ്, കുറച്ചു നേരം ആകുമ്പോൾ എന്റെ അച്ഛനാണ് എന്നൊക്കെ പലരും വിളിച്ച് പറയുന്നുണ്ട്. സോ ഒരു തല്ലിപ്പൊളി പടം എനിക്ക് പറയാനുള്ളൂ. സോ ധ്യാൻ ശ്രീനിവാസന്റെ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ ധ്യാൻ ശ്രീനിവാസന്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റേ അയം കാതലിൽ മറ്റേ പെണ്ണ് പറയില്ലേ, എന്റെ തന്തപ്പിടിക്ക് കുറി കമ്പനിയാണ്, NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, അതേപോലെ ഒരു കമ്പനി തുടങ്ങും. നിങ്ങൾ നാട്ടുകാർക്ക് വെറുതെ ലോൺ കൊടുക്കുക. അവരെങ്കിലും കുറെ വണ്ടി മേടിച്ചും കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് സുഖമായി ജീവിക്കട്ടെ, അവരെ ദാരിദ്ര്യം അങ്ങോട്ട് തീരട്ടെ. എന്തായാലും ഇങ്ങനത്തെ പടം എടുത്താൽ നിങ്ങൾക്ക് റിട്ടേൺ ഒന്നും കിട്ടില്ലല്ലോ. ഇത് അങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് ചെയ്യുക. സോ ഈ സിനിമ ഇപ്പൊ പാർട്ട്നേഴ്സ് സൈന പ്ലേയിലാണ് അവൈലബിൾ. സോ ഈ സിനിമ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക, ട്രൈ ഇറ്റ് ഔട്ട്.